പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധം എപ്രകാരമാണ് എന്നതിലേക്കാണ് 2019 സമാനമായി വിദ്യാർത്ഥി യുവജന സംഘടനകൾ സമരത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഡൽഹി സർവകലാശാലയിൽ പ്രതിഷേധിക്കാനെത്തിയ വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിഷേധങ്ങൾ തടയാൻ ഡൽഹിയിൽ വലിയ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിട്ടുണ്ട്. പീസ്ഫുൾ പ്രൊട്ടസ്റ്റിന് പോലും സമ്മതിക്കുന്നില്ല. എന്ത് അവകാശമാണ് ഈ ചെരുപ്പലാക്കികൾക്ക് നമ്മുടെ സിറ്റിസൺസിനെ ചോദ്യം ചെയ്യാൻ, നമ്മുടെ സിറ്റിസൺഷിപ്പിനെ ചോദ്യം ചെയ്യാൻ? ഇവിടെ ഈ സിറ്റിസൺഷിപ്പ് നമ്മൾ നേടിയെടുത്താണ്. ഇത് ഒരു ദിവസത്തിലൂടെ അടങ്ങുന്നതല്ല, ഒരു ദിവസത്തിലൂടെ അടങ്ങുന്നതല്ല. ഇത് മുന്നോട്ട് പോകുന്നത് ചെയ്യും. വെറും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും മുന്നോട്ട് വന്ന് ചെയ്യുന്ന ഒരു സമരമാണിത്. ഇതിന്റെ അവസാനം വരെ സിഎ ഇവിടുന്ന് നിർത്തലാക്കുന്നത് തുടർന്നുകൊണ്ട് തന്നെ ആയിരിക്കും. 15ഓളം വനിതാ പോലീസുകാരെ ഒരു കുട്ടിയെ മാത്രം വലിച്ചയച്ചുകൊണ്ട് ഡ്രസ്സൂര് ഷോളൂര് അകത്തുനിന്ന് പോലീസുകാരെ, ക്യാമ്പസിനുള്ളിൽ പ്രവേശനമില്ലാത്ത പോലീസുകാരെ ക്യാമ്പസിനുള്ളിൽ കയറി ഒരു ഗേളിനെ. നിതിൻ അംബുജൻ വിവരങ്ങളുമായി. നിതിൻ, 2019 കണ്ടത് അതേപോലെ തന്നെ ഇപ്പോൾ ആവർത്തിക്കുന്ന കാഴ്ച. പല സർവകലാശാലകളിൽ ഉൾപ്പെടെ വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം അതാണ് നമ്മൾ കാണുന്നത്. അല്പസമയം മുൻപ് ഡൽഹി സർവകലാശാലയിൽ വലിയ പ്രതിഷേധമുണ്ടായി. അതിൽ മലയാളി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരാണ് പ്രതിഷേധിച്ചത് നമ്മൾ കണ്ടു. അവരെല്ലാവരെയും അറസ്റ്റ് ചെയ്ത് നീക്കിയോ? ക്യാമ്പസിനകത്ത് കയറി പോലീസ് നടത്തിയ ഈ നടപടിയിൽ കൂടുതൽ പ്രതിഷേധം ഉയരുന്നുണ്ടോ? അനുജ, വിജ്ഞാപനം ഇറങ്ങി ഇന്നലെ മുതൽ തന്നെ വിവിധ ക്യാമ്പസുകളിൽ പ്രതിഷേധം ആരംഭിച്ചിരുന്നു. പ്രത്യേകിച്ചും JNU, അതോടൊപ്പം തന്നെ ജാമ്യ മിലിയ സർവകലാശാല. പക്ഷേ പോലീസിന്റെ നടപടി ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നത്തെ സാഹചര്യം അങ്ങനെയായിരുന്നില്ല. ഇന്ന് വിദ്യാർത്ഥികൾ പ്രതിഷേധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ ഈ നിൽക്കുന്ന ഡൽഹി സർവകലാശാലയിലെ ക്യാമ്പസിനകത്ത് പോലീസ് കയറുകയും അതിനുശേഷം പ്രതിഷേധം ആരംഭിക്കുന്നതിന് ഏതാണ്ട് മിനിറ്റ് മുമ്പ് തന്നെ പോലീസ് അവിടെ കൂട്ടം കൂടിയ വിദ്യാർത്ഥികളെ ഓരോരുത്തരായി പോലീസ് കസ്റ്റഡിയിലെടുത്തു. മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി വിദ്യാർത്ഥികളാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എന്തായാലും നേരത്തെ അനുജ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ക്യാമ്പസിന് പുറത്ത് വലിയ തരത്തിലൊരു സുരക്ഷാ സന്നാഹം പോലീസ് ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല, പ്രതിഷേധം പുറത്തേക്ക് വരാതിരിക്കാൻ പോലീസിന്റെ ഭാഗത്തും ശക്തമായ നടപടി സ്വീകരിച്ചു. ഏതാണ്ട് ഉച്ച മുതൽ തന്നെ ഇവിടെ വലിയ തരത്തിലൊരു സുരക്ഷാ വിന്യാസം പോലീസിന്റെ ഭാഗത്തും ഒരുക്കിയിരുന്നു. ഇപ്പോൾ 3 ബസ്സുകളിലായി വിദ്യാർത്ഥികളടക്കം കൊണ്ടുപോയിരിക്കുകയാണ്. നിരവധി വിദ്യാർത്ഥികളെ ഇപ്പോൾ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളടക്കം ഓരോരുത്തരായി പോലീസ് കൊണ്ടുപോയിട്ടുണ്ട്. MSF, അതോടൊപ്പം തന്നെ IC അടക്കമുള്ള വിവിധ വിദ്യാർത്ഥി സംഘടനകളാണ് ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. പൗരത്വ വിജ്ഞാപനം, അത് പൗരത്വ ഭേദഗതി വിജ്ഞാപനം, അത് ആ പകർപ്പ് കീറിക്കൊണ്ടൊരു പ്രതിഷേധമാണ് അരങ്ങേറാൻ തീരുമാനിച്ചത്. പക്ഷേ അതിനു മുൻപ് തന്നെ പോലീസ് ക്യാമ്പസിനകത്ത് കയറുകയും അതിനുശേഷം വിദ്യാർത്ഥികളെ ഓരോരുത്തരായി കൊണ്ടുപോവുകയായിരുന്നു. ഇതിൽ ക്യാമ്പസിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ ഓരോരുത്തരായി കൊണ്ടുപോയെന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. എന്തായാലും ശക്തമായ നടപടി പോലീസിന്റെ ഭാഗത്തുമുണ്ടായി. ഇപ്പോൾ ക്യാമ്പസിനകത്തെ വിദ്യാർത്ഥികളെ എല്ലാവരെയും ഇപ്പോൾ പോലീസ് കൊണ്ടുപോയിട്ടുണ്ട്. അകത്ത് കയറിയ പോലീസും ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. എന്തായാലും ശക്തമായ പ്രതിഷേധം ഇപ്പോൾ ക്യാമ്പസിനകത്ത് രൂപപ്പെടും എന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ അറിയിച്ചിരിക്കുന്നത്. കാരണം പ്രതിഷേധത്തിന് മുൻപ് തന്നെ പോലീസ് ക്യാമ്പസിനകത്ത് കയറിയുള്ള ഈ നടപടിക്കെതിരെ ഇപ്പോൾ പ്രതിഷേധം ഉയരുന്നുണ്ട്. MSF അടക്കമുള്ള വിവിധ വിദ്യാർത്ഥി സംഘടനകൾ ഇവിടെ അല്പസം മുമ്പ് തന്നെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. എന്തായാലും വിദ്യാർത്ഥികൾ ഓരോരുത്തരായി പോലീസ് കൊണ്ടുപോയി. ഇപ്പോൾ ക്യാമ്പസിന് പുറത്തെ ഈ ഫാക്കൽറ്റി ഓഫ് ആർട്സ് എന്ന ഈ ഡിപ്പാർട്ട്മെന്റിന് പുറത്ത് ഇപ്പോൾ പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ച് വിദ്യാർത്ഥികളെ ഓരോരുത്തരായി പരിശോധിച്ച ശേഷം മാത്രമേ അകത്തേക്ക് കടത്തിവിടുന്നുള്ളൂ. അതോടൊപ്പം തന്നെ ഉള്ളിൽ ഇപ്പോഴും പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട്. അവരെ ഓരോരുത്തരായി പുറത്തേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ തുടരുകയാണ്. എന്തായാലും ശക്തമായ പ്രതിഷേധം രൂപപ്പെടുകയാണ്. 2019 സമാനമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഡൽഹിയിലെ ക്യാമ്പസുകളിൽ രൂപപ്പെടുന്നത്. ഇന്നലെ രാത്രിയും സമാനമായ പ്രതിഷേധം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഉച്ചയോടുകൂടിയാണ് ശക്തമായ ഒരു പ്രതിഷേധമായി വിവിധ വിദ്യാർത്ഥി സംഘടനകൾ ആഹ്വാനം ചെയ്തത്. അതിന് മുന്നോടിയായി തന്നെയാണ് പോലീസിന്റെ ഈ നടപടി എന്നതും ശ്രദ്ധേയമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ക്യാമ്പസിനകത്ത് പോലീസ് കയറിക്കൊണ്ട് വിദ്യാർത്ഥികളെ ഓരോരുത്തരായി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാനെത്തിയ മലയാളി വിദ്യാർത്ഥികളടക്കം ഈ പ്രതിഷേധം തുടങ്ങുന്ന ഏതാനും മണിക്കൂറുകൾ മുമ്പ് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്തായാലും 4 ബസ്സുകളിലെ ഇപ്പോൾ വിദ്യാർത്ഥികളടക്കം പോലീസ് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോഴും ക്യാമ്പസിന് പുറത്ത് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. ഇനിയും പ്രതിഷേധങ്ങൾ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം വിദ്യാർത്ഥികളടക്കം വലിയ പ്രതിഷേധത്തിലാണ്. ആ ഒരു സാഹചര്യത്തിൽ ശക്തമായ ഒരു സുരക്ഷാ വിന്യാസം ഇപ്പോഴും ക്യാമ്പസിന് പുറത്ത് പോലീസ് ഒരുക്കിയിരിക്കുകയാണ്. അനുജ, ശരി, CAA-ക്കെതിരെയുള്ള പ്രതിഷേധം അത് രാജ്യവ്യാപക പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. ക്യാമ്പസുകളിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധം വിവിധ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുടെ നേതൃത്വത്തിൽ. അതിൽ മലയാളി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പ്രതിഷേധിക്കുന്നുണ്ട്. ഡൽഹി സർവകലാശാലയിലാണ് അല്പസമയം മുൻപ് വലിയ പ്രതിഷേധം അരങ്ങേറിയത്. വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. എന്നാൽ ക്യാമ്പസിനകത്ത് കയറി പോലീസ് നടത്തിയ ഈ നടപടിയിൽ അതിലും കൂടുതൽ പ്രതിഷേധം ഇപ്പോൾ ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. പ്രതിഷേധങ്ങൾ വരും മണിക്കൂറുകളിലും തുടരുമെന്ന സൂചനയാണ് നിതിൻ അംബുജൻ നൽകിയത്.